മഴയുടെയും സഞ്ചാരികളുടെയും വരവിനെ കാത്തിരിക്കുകയാണ് സലാല. മഞ്ഞുപോലെ പെയ്യുന്ന മഴയും ചിരിച്ചുല്ലസിച്ചെത്തുന്ന സഞ്ചാരികളും സലാലയെ ഒരു സ്വർഗമാക്കും. ഖരീഫ് സീസണിലുള്ള ഒരുക്കങ്ങൾ സലാലയിൽ തകൃതിയാണ്. കോടമഞ്ഞും ചാറ്റൽ മഴയും പച്ചപുതച്ച മലനിരകളും. ഏതാണ്ട് ഒരു മാസം കഴിയുമ്പോൾ ഒമാനിലെ സലാല ഭൂമിയിലെ സ്വർഗമാകും. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സലാലയുടെ സൗന്ദര്യവും കുളിരുള്ള കാലാവസ്ഥയും ആസ്വദിക്കാൻ സഞ്ചാരികളെത്തും. അവരെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദോഫാർ ഗവർണറേറ്റും മലയാളികൾ അടക്കമുള്ള സലാലയിലെ താമസക്കാരും. ജൂൺ 21-നാണ് ഇത്തവണ ഖരീഫ് സീസൺ തുടങ്ങുന്നത്. വിളവെടുപ്പിന്റെയും വിനോദത്തിന്റെയും മഴയുടെയുമെല്ലാം മേളക്കാലമാണ് ഖരീഫ് സീസൺ. സെപ്റ്റംബർ 20 വരെ സീസൺ നീണ്ടു നിൽക്കും. 10 ലക്ഷത്തിലധികം സഞ്ചാരികളാണ് ഇക്കാലയളവിൽ സലാലയിലെത്തുക. സലാലക്കാരുടെ ഒരു ഉത്സവമാണ് ഖരീഫ് എന്ന് പറയുന്നത്. ജൂൺ മാസം മുതൽ ഏകദേശം ജൂൺ 20 മുതൽ 3 മാസക്കാലമാണ് ഇപ്പൊ ഖരീഫിന്റെ ഏകദേശം 3 മാസക്കാലം 90 ദിവസമാണ് കണക്കാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ജൂലൈ പകുതിയോട് കൂടിയാണ് ഖരീഫിന്റെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിപ്പെടുന്നതും അല്ലെങ്കിൽ ആ കാലാവസ്ഥ കൃത്യമായിട്ട് ആ ഖരീഫ് ചാറ്റൽ മഴയുടെ കാലം വരുന്നത്. അറബ്സും മലയാളീസ് എല്ലാവരും വന്നു ചേരുന്ന ഒരു സമയമാണ്. കാരണം എല്ലായിടത്തും ഭയങ്കര ഹോട്ട് സീസൺ ആയിരിക്കുമ്പോൾ ഇവിടെ വളരെ കൂൾ ടൈം ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും എൻജോയ് ചെയ്യാൻ എത്തുന്ന ഒരു സമയം കൂടിയാണ്. ഹോട്ടൽസ് ഓൾമോസ്റ്റ് ഫുള്ളി ബുക്ക്ഡ് ആയിരിക്കും ആ സമയത്ത്, എസ്പെഷ്യലി ജൂലൈ ഓഗസ്റ്റ്. അപ്പൊ എല്ലാവരും ബുക്ക് ചെയ്യുമ്പോൾ വളരെ നേരത്തെ ബുക്ക് ചെയ്താലാണ് എല്ലാവർക്കും സൗകര്യപ്രദമായിട്ട് ഇവിടെ ഹോട്ടലിൽ അക്കോമഡേഷൻ ലഭിക്കുക എന്നുള്ള അവസ്ഥ ഉണ്ട്. UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയും അമേരിക്കയും അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും സലാലയിലെ മഴയും മഞ്ഞും മനോഹര കാഴ്ചകളും ആസ്വദിക്കാൻ ആളുകൾ ഒഴുകിയെത്തും. ഇവരെ സ്വീകരിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണ് മുനിസിപ്പാലിറ്റി. റോഡുകളുടെ അറ്റകുറ്റപ്പണികളും പാർക്കുകളുടെയും മറ്റ് സൗകര്യങ്ങളുടെയും നവീകരണവും പുരോഗമിക്കുന്നു. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും ഒരുങ്ങി തുടങ്ങി. ഇത്രയും എന്താ നമുക്ക് കിട്ടുക ജൂൺ പകുതിയോടുകൂടി സെപ്റ്റംബർ ലാസ്റ്റോടുകൂടി ഫിനിഷ് ആവും. ആൾക്കാർ ഒരു 2 മാസം കറക്റ്റ് ആയിട്ട് വരുള്ളൂ, ആൾക്കാർ കൂടുതലായിട്ട് വരുന്നത്. അപ്പം ഈ 3 മാസം ബിസിനസ് ചെയ്തിട്ട് ഇവിടെ നിലനിന്ന് പോകുന്ന ആൾക്കാരുണ്ട്. ബാക്കിയുള്ള ഒരു 6 മാസം ബിസിനസ് ഇല്ലാണ്ടും 3 മാസം ഖരീഫിന്റെയും സീസൺ എല്ലാം കൂടിയിട്ട് പോകുന്ന ആളുകൾ ഈ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ഒക്കെ വളരെ ഡൗൺ ആയിരിക്കും ബിസിനസ്. പിന്നെ2 പെരുന്നാളൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ റെഡി ആയിട്ട് വരികയുള്ളൂ. ഈ വർഷത്തെ ഖരീഫിനോടനുബന്ധിച്ച് സലാലയിൽ ഒരുപാട് വികസനം ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രധാനമായിട്ടുള്ള നമ്മളെ എത്തിൻ റൗണ്ട് അബൌട്ട് അത് ബ്രിഡ്ജായി മാറുകയാണ്. ആ ബ്രിഡ്ജ് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഒരുപാട് ട്രാഫിക്കുകൾ ഇവിടെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അത് ഖരീഫിൻ്റെ മുന്നോടിയായിട്ട് അത് കഴിയുമെന്നാണ് പ്രതീക്ഷ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ദാരിസ് മേഖലകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പുതിയ റോഡുകൾ വരുന്നുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഖരീഫിലെ സഞ്ചാരികൾക്ക് ഒരുപാട് സൗകര്യപ്രദമാവും. കാഴ്ചകൾക്കൊപ്പം രുചിയും പരമ്പരാഗത ഉൽപ്പന്നങ്ങളും സലാലയിലെ കാർഷിക വിഭവങ്ങളും സന്ദർശകർക്ക് പ്രിയങ്കരമാണ്. കുന്തിരിക്ക മുതൽ പച്ചക്കറികൾ വരെ അവർ വാങ്ങും. ഓരോ ഇടങ്ങളിലെയും രുചി വൈവിധ്യങ്ങൾ ആസ്വദിച്ചറിയും. കണ്ണും മനസ്സും വയറും നിറയ്ക്കും. സലാലയിലുള്ളവർ എല്ലാം നിറഞ്ഞ മനസ്സോടെ പങ്കുവെക്കും. നമ്മളത് കൂടുതൽ പേരും വരുന്നത് നല്ല ഭക്ഷണം അന്വേഷിച്ചിട്ടാണ്. ഇവിടെ പ്രത്യേകിച്ച് സലാലയിലെ മീറ്റ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഫ്രഷ് മിൽക്ക് ആയിക്കോട്ടെ, എല്ലാം ഫ്രഷിൽ തന്നെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അവരെ നോക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ വരുന്നത് കാലാവസ്ഥ ആസ്വദിക്കാനാണ്. അത് കഴിഞ്ഞാൽ വരുന്ന ഓരോ ആളും പർച്ചേസ് ചെയ്യുന്ന ഒരു ഇനമാണ് ഈ കുന്തിരിക്ക. ലുബാൻ എന്നാണ് അറബിയിൽ പറയുന്നത്. ഈ ലോകത്തെ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽപ്പെട്ട കുന്തിരിക്കമാണ് സലാലയിലുള്ളത്. സീസണിലാണ് ഇവിടെ കച്ചവടം ഉള്ളത്. പിന്നെ ലോക്കൽ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, പേരക്കയുണ്ട്, കസ്റ്റേർഡ് ആപ്പിൾ, അങ്ങനെ ലോക്കൽ ഫ്രൂട്ട്സ് ഇവിടെ വിൽക്കാൻ പറ്റുള്ളൂ ഈ സ്റ്റാളിൽ. പിന്നെ ദുബൈയിൽ നിന്ന് വരും, സൗദിയിൽ നിന്ന്, അങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഇഷ്ടംമാതിരി വരും. ഇവിടെ നല്ല കച്ചവടമാണ്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല കച്ചവടം ഉണ്ടാകും. വീടുകളും ഹോട്ടലുകളുമൊക്കെ ഇക്കാലത്ത് സന്ദർശകരെ സ്വീകരിക്കും. താമസിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കും.
സർക്കാർ സംവിധാനങ്ങൾ ഇതിന് പൂർണ്ണ പിന്തുണ നൽകും. സുരക്ഷിതമായ ടൂറിസം സീസണാണ് മുനിസിപ്പാലിറ്റിയുടെ ലക്ഷ്യം. മുൻ വർഷങ്ങളെക്കാൾ മികച്ച പ്രദർശനമേളകളും വിനോദ പരിപാടികളും ലൈറ്റ് ഫെസ്റ്റിവലുമെല്ലാം ഇത്തവണ മേളയുടെ ഭാഗമാകും. കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കാവുന്ന വിധത്തിലാകും ഖരീഫ് സീസൺ ഒരുങ്ങുക. പ്രകൃതി ഭംഗിയും അതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന കലാപരിപാടികളും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഇവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന എക്സിബിഷൻ, മറ്റ് കലാപരിപാടികൾ ഇതെല്ലാം കാണുന്നതിന് വേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റുള്ള സ്ഥലത്തു നിന്നും ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. അത് ഓരോ വർഷവും അതിൻ്റെ മഹിമയും പൊലിമയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ നാടാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന സലാല ആയിട്ടാണ്. GCC നാട് മുഴുവൻ വേനലിൽ ചുട്ടുകൊള്ളുമ്പോൾ സലാലക്ക് മാത്രം അനുഗ്രഹിച്ച് കിട്ടിയ ഒരു കാലാവസ്ഥയാണ് ഖരീഫ് സീസൺ. അതുകൊണ്ട് തന്നെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ റോഡ് വഴി വരുന്ന ആളുകൾ, വണ്ടി ഓടിച്ചു വരുന്ന ആളുകളെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. കാര്യം ബൈ റോഡ് വരുമ്പോൾ പ്രത്യേകിച്ച് രാത്രി യാത്രകൾ ഒഴിവാക്കുക. സുരക്ഷയാണ് സന്ദർശകർ പ്രധാനമായും ഉറപ്പാക്കേണ്ടത്. വെള്ളച്ചാട്ടത്തിലും വാദിയിലും പോകുന്നവർ കൂടുതൽ ശ്രദ്ധാലുക്കളാകണം. മഴയും മഞ്ഞും കലർന്ന് മണ്ണ് കുതിർന്ന് തെന്നി വീഴാം. വെള്ളച്ചാട്ടത്തിന് പ്രതീക്ഷിച്ചതിനേക്കാൾ ആഴമുണ്ടാകും. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ മലയാളികൾ അടക്കമുള്ള പ്രദേശവാസികളും സർക്കാർ സംവിധാനങ്ങളുമെല്ലാം സജ്ജം. രാത്രികാലങ്ങളിൽ വാഹനം ഓടിക്കുന്നതും ഒഴിവാക്കണം. സലാലയിൽ എത്തുന്ന സഞ്ചാരികൾ കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടുത്തെ നിരവധിയായ വെള്ളച്ചാട്ടങ്ങൾ, അതുപോലെ തന്നെ പച്ചപ്പ് പിടിച്ചു കിടക്കുന്ന വളരെ മനോഹരമായ മലനിരകൾ. അവിടെയൊക്കെ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം വഴുക്കൽ കൂടുതലുള്ള മലനിരകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളോടനുബന്ധിച്ചുള്ള വാദികൾ, ദർബാത്ത് പോലെയുള്ള വാദികളൊക്കെ വളരെ ശ്രദ്ധിച്ച് അവിടെയുള്ള ഗാർഡിന്റെ ഒക്കെ നിർദ്ദേശാനുസരണം മാത്രമേ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ പാടുള്ളൂ. അതായത് മസ്കറ്റ് ടു സലാല ഒരു ഡേഞ്ചറസ് റൂട്ടാണ്, സിംഗിൾ ലൈനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. കാരണം 1000-ഓളം കിലോമീറ്റർ നമ്മൾ ഒറ്റ വണ്ടി ഓടിച്ചു വരുമ്പോൾ തന്നെ ഒരുപാട് ആക്സിഡന്റ്, ഈ ഖരീഫ് സമയത്ത് ഒരുപാട് ആക്സിഡന്റ് സംഭവിക്കുന്ന സമയമുണ്ട്. അപ്പൊ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചിട്ട് ടെസ്റ്റ് ഒക്കെ എടുത്ത് ഉറങ്ങിയിട്ടൊക്കെ ആക്കും സാവധാനം എത്തിച്ചേരുക എന്നുള്ളതാണ് ഇത്. പക്ഷേ സലാല വന്ന് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സഹായത്തിനും നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു യാത്ര അത് എല്ലാവരും സൂക്ഷിച്ച് യാത്ര ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. 3 മാസത്തോളം നീണ്ടു നിൽക്കും സലാലയിലെ മഴക്കാഴ്ചകളും ആഘോഷങ്ങളും. ഹോട്ടൽ ബുക്കിംഗ് അടക്കമുള്ള തയ്യാറെടുപ്പുകൾ സഞ്ചാരികൾ തുടങ്ങിക്കഴിഞ്ഞു. ഒന്നിനും ഒരു കുറവും വരുത്താതെ സഞ്ചാരികളെ സ്വീകരിക്കാനും സന്തോഷിപ്പിക്കാനും തയ്യാറെടുക്കുകയാണ് സലാല.